നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് തേർഡ് പാർട്ടിയോട് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തി എന്താണ് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായി? തേർഡ് പാർട്ടിയോട് സ്വന്തം ഭാര്യയെക്കുറിച്ചോ ഭർത്താവിനെക്കുറിച്ചോ നന്നായിട്ട് നല്ലതാണ് എന്ന് പറയുന്ന ആളുകളും, അതുപോലെ തന്നെ സ്വന്തം ഫാമിലിയെക്കുറിച്ച് ഒന്നും ഡിസ്കസ് ചെയ്യാത്ത ആളുകളും തേർഡ് പാർട്ടി കണക്ഷൻ വെറുതെ നോക്കുന്നതാണ്. അവരോട് സീരിയസ് ആയിട്ടോ നിങ്ങളെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും നോക്കുന്നില്ല. പക്ഷേ ഭാര്യ കൊള്ളില്ല, ഭർത്താവ് കൊള്ളില്ല എന്ന് പറഞ്ഞ് ചെല്ലുന്ന ആളുകൾ തേർഡ് പാർട്ടി കണക്ഷൻ സീരിയസ് ആയിട്ട് കണ്ടെത്തുന്ന ആളുകളാണ്. ഭാര്യനോട് ഹാപ്പി അല്ല എന്ന് മിക്കവരും തേർഡ് പാർട്ടി റീഡിങ്ങിന് വരുമ്പോൾ എൻ്റെ അടുത്ത് വരുമ്പോൾ എന്ന് വെച്ചാൽ തേർഡ് പാർട്ടികൾ എൻ്റെ റീഡിങ്ങിൽ വരുമ്പോൾ എൻ്റെ അടുത്ത് റീഡിങ്ങിൽ വരുമ്പോൾ അവർ പറയുന്നത് ഭാര്യയോട് ഒട്ടും ഹാപ്പി അല്ല, അല്ലെങ്കിൽ ഭർത്താവിനോട് ഒട്ടും ഹാപ്പി അല്ല. അല്ല, ഭാര്യയോട് ഹാപ്പി അല്ല, ഭർത്താവിനോട് ഹാപ്പി അല്ല, പിന്നെ റിലേഷൻഷിപ്പ് വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? അതാണ് നിങ്ങൾ ആലോചിക്കുന്നത്. അതൊക്കെ റെഡ് ഫ്ലാഗ്സ് ആണ്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ എനിക്ക് ഒരാളോട് ഹാപ്പി അല്ലെങ്കിൽ ഞാൻ അയാളുടെ കൂടെ നിൽക്കുന്ന കാര്യമൊന്നും, എന്നിട്ട് നിങ്ങളായിട്ട് ബന്ധം വെക്കേണ്ട കാര്യമൊന്നും, അയാൾ ഉപേക്ഷിച്ചിട്ടല്ലേ പോകേണ്ടത്, അല്ലേ? അപ്പോൾ ഡിവോഴ്സ് ചെയ്യാതെ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നവര് നിങ്ങളോട് വന്നിട്ട് ഭാര്യയോട് ഹാപ്പി അല്ല, ഭർത്താവിനോട് ഹാപ്പി അല്ല എന്ന് പറയുമ്പോൾ അതൊരു റെഡ് ഫ്ലാഗ് ആയിട്ട് എപ്പോഴും കണക്കാക്കുക. നിങ്ങൾ വെറും ടൈം പാസ് ആണെന്ന് മനസ്സിലാക്കുക, കേട്ടോ. അല്ലാതെ അത് അവരുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് സ്വാർത്ഥമായിട്ട് അവർ വന്നിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് അതിന് നല്ലത് വരാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വ്യക്തി, ഞാൻ നിങ്ങളോട് തേർഡ് പാർട്ടികളോടാണ് ഇത് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് തേർഡ് പാർട്ടിയോട് എന്താണ് പറയുന്നത്? ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്യാം, കേട്ടോ. ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. നിങ്ങളെക്കുറിച്ച് തേർഡ് പാർട്ടികളോട് ഡിസ്കസ് ചെയ്യാത്തത് നിങ്ങളോടുള്ള റെസ്പെക്റ്റ് കൊണ്ടാണ്. അത് അവരെ ബാധിക്കുന്ന കാര്യമല്ല എന്ന്, തേർഡ് പാർട്ടികളെ ബാധിക്കുന്ന കാര്യം നിങ്ങൾ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല എന്ന ഉദ്ദേശം വെച്ചിട്ടാണ് നിങ്ങളുടെ വ്യക്തി സംസാരിക്കാതിരിക്കുന്നത്. ഇനി അഥവാ സംസാരിച്ചാലും നിങ്ങളോട് റെസ്പെക്റ്റ് ഉള്ള ആളാണെങ്കിലും തേർഡ് പാർട്ടി കണക്ഷൻ വെറുതെ ആയിരിക്കാം. അത് ചിലപ്പോൾ നിങ്ങളുടെ തെറ്റിദ്ധാരണ ആയിരിക്കാം. ഭഗവാനെ ഓം നമ ശിവായ. 2 കാർഡാണ് ഇവിടെ വീണിട്ടുള്ളത്. ഒന്നാമത്തെ കാർഡ് പറയുന്നത് ചില കാര്യങ്ങൾക്ക് തടസ്സം വരുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നടക്കാനുള്ള സമയമായിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ജീവിതത്തിലുള്ള ആ ആളെ നിങ്ങൾക്ക് വിശ്വസിക്കാം. ആളോട് എന്തും സംസാരിക്കാം. ഇത് നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ ആണ്. അപ്പോൾ ഇത് നിങ്ങളുടെ സോൾമേറ്റ് ആണ്. നിങ്ങൾ എന്തൊക്കെ തരത്തിൽ പരിശ്രമിച്ചാലും ഇതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഇവരെ നിങ്ങൾ അംഗീകരിച്ചേ പറ്റുള്ളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. മൂന്നാമത്തെ കാർഡ് പറയുന്നത് സെൽഫ് കെയർ. നിങ്ങൾ എല്ലാ കാര്യങ്ങളുടെ പുറകെ നടക്കുമ്പോഴും നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കാൻ മറക്കരുതെന്ന് പറയുന്നത്. ചില സമയത്ത് എന്ത് പറ്റുന്ന അറിയാം, ഈ ചില ആണുങ്ങൾ പറയുന്ന, അല്ലെങ്കിൽ ചില സ്ത്രീകൾ പറയും, ഇത് കണ്ടില്ലേ പുറവയറൊക്കെ ചാടി. നമ്മൾ കോമഡിയിലെ കാണാറില്ലേ, എന്ത് കോലത്തിലാണ് നിങ്ങൾ നടക്കുന്നത്, നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് നടന്നൂടെ എന്ന് ഭാര്യമാര് ഭർത്താക്കന്മാരോട് പറയുകയും ഭർത്താക്കന്മാര് ഭാര്യമാരോട് പറയുകയും ചെയ്യുന്നുണ്ട്. അത് അപ്പൊ നിങ്ങൾ പറയും, എനിക്ക് സമയമില്ല, വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിട്ട് തന്നെ സമയമില്ല എന്ന് പറയും. പക്ഷെ അതൊരു എക്സ്ക്യൂസ് ആണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് നമ്മൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ മെനയായിട്ട് നടക്കേണ്ട കാര്യമില്ല, ഇനി ആരെ കാണിക്കാനാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ നമ്മളുടെ ഭർത്താവോ ഭാര്യയോ നമ്മളെ കാണുന്നില്ല എല്ലാ ദിവസവും, അല്ലേ? അപ്പൊ അത് നമ്മൾ ഓർക്കുക, കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് സെൽഫ് കെയർ വേണമെന്ന് പറയുന്നത്. നിങ്ങൾ എത്ര ബിസി ആണെങ്കിലും നന്നായിട്ട് വസ്ത്രം ധരിക്കാനും കുളിക്കാനും ജപിക്കാനും എല്ലാം വളരെ ചിട്ടയോടുള്ള ജീവിതം തുടരാൻ നിങ്ങൾ ശ്രമിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ക്ഷമ ശീലിക്കണമെന്ന് പറയുന്നുണ്ട്. വിശ്വസിക്കണം നിങ്ങളുടെ ആളെ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഒരു ശാന്തത നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് ഒരു ശാന്തത കാണുന്നുണ്ടെങ്കിൽ അതിവിടെ തീർന്നിട്ടില്ല. ഇനിയും ഭയാനകമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെന്നാണ് ഭഗവാൻ പറയുന്നത്, കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കാം. ഇത് തേർഡ് പാർട്ടി വഴി പ്രശ്നങ്ങളായിരിക്കാം, വഴിയില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഒരു ചിന്ത കൊണ്ടും തെറ്റിദ്ധാരണ കൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കാം. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. കുറേ കാർഡ്സ് വീണ് പോകും. 2 കാർഡാണ്. തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഇപ്പോഴത്തെ
എനർജി നോക്കുമ്പോൾ 5 ഓഫ് സ്വേർഡ്സും ടവറുമാണ് കാണിക്കുന്നത്. ഇവർ തമ്മിൽ വെറുതെ കോമ്പറ്റീഷനാണ് രണ്ടുപേരും തമ്മിൽ. എന്ന് വെച്ചാൽ നിങ്ങളെ കുറച്ച് കാണിക്കാൻ തേർഡ് പാർട്ടി നോക്കുമ്പോൾ തേർഡ് പാർട്ടി ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയോട് പറയുന്നുണ്ടാവും, കണ്ടില്ലേ ആരാണായാലും പെണ്ണുങ്ങൾ അത് കണ്ടില്ലേ, അവരുടെ പെരുമാറ്റം കണ്ടില്ലേ, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, ആർക്കും ഇഷ്ടമല്ല ഇവരെ, കണ്ടുണ്ടോ? നിങ്ങളുടെ പേഴ്സന്റെ ഉള്ളിൽ നിങ്ങളോടുള്ള വെറുപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം പരിശ്രമിക്കുന്ന ഒരു തേർഡ് പാർട്ടിയാണിത്. അപ്പൊ തേർഡ് പാർട്ടിയും നിങ്ങൾ പക്ഷെ എന്ത് പറഞ്ഞിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷിക്കുകയോ നിങ്ങളെ കുറിച്ച് കുറ്റം പറയുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ തേർഡ് പാർട്ടി നിങ്ങളൊരു കോമ്പറ്റീഷൻ ആയിട്ട് എടുത്തേക്കാണ്. അപ്പോൾ ഇവരുടെ നല്ല കാര്യങ്ങൾ ഇവർ ഉയർത്തി കാണിക്കുന്നു, നിങ്ങൾക്ക് അവർ കാണുന്ന ചീത്ത കാര്യങ്ങൾ അത് ഉയർത്തി കാണിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. അതാണ് ഇപ്പോൾ ഇവരുടെ എനർജി, തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും, കേട്ടോ. അപ്പോൾ ടവർ സ്കോർപിയോ സോഡിയാക് സൈൻ ആണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള എനർജി എന്താണ് പറയാൻ? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റി കുറവാണെന്നാണ് പറയുന്നത്. ഒരു എന്താ പറയാ, ഒരു പൈസയുടെയൊക്കെ നഷ്ടം ഉണ്ടായോ, എന്തെങ്കിലും കാര്യം ബിസിനസ് ഫെയിലിയർ ആവുകയോ പണനഷ്ടം എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ? അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുന്നത്. ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ന് പറയുന്നുണ്ട്. ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇമോഷണൽ സിറ്റുവേഷൻസിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇമോഷണൽ അല്ല പ്രശ്നം, ഫിനാൻഷ്യൽ സിറ്റുവേഷനിലെ പ്രശ്നങ്ങളാണ്. നിങ്ങളുടെ ഫാമിലി ഒരു സ്ഥിരതയില്ല, ഒരു സ്റ്റെബിലിറ്റി ഇല്ല എന്നാണ് പറഞ്ഞത്. എപ്പോഴും ബഹളവും അടിയും എല്ലാമാണ് നിങ്ങളുടെ ഫാമിലി എന്നാണ് പറയുന്നത്, കേട്ടോ, നിങ്ങൾ തമ്മിലുള്ള ബന്ധം. അപ്പൊ ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകളും എല്ലാം കൂടി ഇതിനകത്ത് ഇടപെട്ട് അവിയൽ പൗരവമായിട്ടുണ്ട്. കാരണം നിങ്ങളുടെ വീട്ടുകാർ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടാവും, നിങ്ങളുടെ വ്യക്തിയുടെ വീട്ടുകാർ ഇടപെട്ടിട്ടുണ്ടാവും. എല്ലാവരും കൂടെ കുഴഞ്ഞ് മറിഞ്ഞ് ഒരു വൃത്തികേടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ. അപ്പൊ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ഫ്യൂച്ചർ കാണുന്നില്ല എന്നൊരു ഇതുണ്ട്. ഇനി ഇതിനകത്തൊന്നും നല്ലത് വരാൻ പോകുന്നില്ല എന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ബന്ധത്തിൽ കാണുമ്പോൾ തേർഡ് പാർട്ടി ആ സമയത്തായിരിക്കും നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നത്. എന്തായാലും വ്യക്തി ഇവിടെയും വലിയ സമാധാനത്തിലൊന്നുമല്ല. തേർഡ് പാർട്ടി ഭയങ്കര ഒരു സാധനമാണ്. അപ്പൊ ഇവിടെ ഒരു പൊട്ടിത്തെറിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ തേർഡ് പാർട്ടി നിങ്ങളെ ഉപേക്ഷിക്കണം എന്ന് പറയുന്നുണ്ടാവും നിങ്ങളുടെ വ്യക്തിയോട്. എന്നിട്ട് നമ്മൾക്ക് കല്യാണം കഴിക്കും, എത്ര നാളെയാണ് ഞാൻ കാത്തിരിക്കുന്നത്, നിങ്ങൾ എന്താണ് അവരെ ഉപേക്ഷിക്കാത്തതെന്ന് തേർഡ് പാർട്ടിയുടെ സൈഡിലേക്ക് പ്രശ്നങ്ങൾ വരും. തേർഡ് പാർട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിലും പലധികം പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് വ്യക്തി പറയുന്നത്, അല്ലെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത്, കേട്ടോ. ഇവിടെ സ്ട്രോങ് ആയിട്ട് സോഡിയക്സ് ഒന്നും കണ്ടില്ല. പക്ഷെ പണത്തിന്റെ പ്രശ്നം കൊണ്ടുള്ള ഒരു ബഹളമാണ് നിങ്ങളുടെ ഫാമിലിയിലുള്ളതെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് തേർഡ് പാർട്ടിയുമായിട്ടുള്ള നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ, ബന്ധത്തിന്റെ അവസ്ഥ? ഭയങ്കര ഡിസപ്പോയിന്റഡ് ആണ് നിങ്ങളുടെ വ്യക്തി. എത്രയും പെട്ടെന്ന് ഇതിനകത്ത് നിന്ന് പോരണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ഒട്ടും സമയം കളയാനില്ല, എനിക്ക് ഇതിന്റെ വീട്ടിൽ ഇവിടെ നിൽക്കാൻ വയ്യ, ഇവിടെ ഭയങ്കര പ്രശ്നമാണ്, ഈ എന്താ പറയാ വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് എന്ന് പറയില്ലേ, ആ സിറ്റുവേഷനാണ്. അപ്പോൾ ചെന്ന് കയറി ഇത് വളരെ വൃത്തികെട്ട ഒരു റിലേഷൻഷിപ്പിലാണെന്നാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത്. പക്ഷെ ഇവിടെ നിങ്ങളിത് നോക്കുമ്പോൾ, നിങ്ങളുമായിട്ട് ബന്ധം നോക്കുമ്പോഴും ഈ വ്യക്തി പറയുന്നത് ഇവിടെയും ഹാപ്പിനെസ് ഇല്ല, വ്യക്തിക്ക് എവിടെയും ഹാപ്പിനെസ് കിട്ടുന്നില്ല. അവിടെ ഈ വ്യക്തിയാണോ പ്രശ്നം ഉണ്ടാക്കുന്നത്? അതും പോസിബിൾ ആണ്. നമ്മൾ ഒരു സ്ഥലത്ത് നിന്നിട്ട് നമ്മളോട് എല്ലാവരും, ഇപ്പൊ നമ്മളോട് ഒരാൾ നമ്മളോട് ചീത്തയായിട്ട് പെരുമാറുന്നു, മനസ്സിലായോ, അത് അയാളുടെ പ്രശ്നം കാരണമാണെന്ന് നമുക്ക് പറയാം. രണ്ടാമത്തെ ഒരു റിലേഷൻഷിപ്പിലേക്ക് കയറി, അപ്പോഴും നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, അപ്പോഴും നമുക്ക് വേണമെങ്കിൽ പറയാം അയാളാണ് പ്രശ്നം എന്ന്. മൂന്നാമതും നാലാമതും നമ്മൾ കയറുന്ന റിലേഷൻഷിപ്പില് പ്രശ്നമുണ്ടാവുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മളിവിടെ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഞാൻ എന്താണ് ഇവിടെ ഇടുന്നത്, എൻ്റെ എന്ത് തരം എനർജിയാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് മറ്റേയാൾക്ക്, അല്ലെങ്കിൽ ഞാൻ എന്ത് തരം എനർജിയിലാണ് നിൽക്കുന്നത്, ഞാൻ എന്ത് തരം എനർജിയാണ് എൻ്റെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. നമ്മൾ നെഗറ്റീവ് എനർജി ആകുമ്പോൾ നമ്മൾ കൂടുതലും നെഗറ്റീവും പോസിറ്റീവും അട്രാക്ട് ചെയ്യുമെന്ന് പറയുമെങ്കിലും നെഗറ്റീവ് എനർജീസിനെയാണ് നമ്മൾ കൂടുതൽ അട്രാക്ട് ചെയ്യുക. അതുകൊണ്ടാണ് ബേർഡ്സ് ഓഫ് സെയിം ഫെദർ ഫ്ലോക്ക് ടുഗെദർ എന്ന് വെച്ചാൽ ഒരേ തൂവൽ പക്ഷികൾ ഒരുമിച്ച് ചേരുമെന്നാണ്. അപ്പോൾ എപ്പോഴും നമ്മളുടെ എനർജി അനുസരിച്ചിട്ടുള്ള ആളുകളെയാണ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ മറ്റേയാളിലല്ല പ്രശ്നം, ഞാൻ എൻ്റെ എനർജി ക്ലെൻസ് ചെയ്താൽ മാത്രമേ എൻ്റെ ജീവിതത്തിലേക്ക് നല്ല എനർജീസ് വരുള്ളൂ. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അല്ലാതെ അയാൾക്കാണ് പ്രശ്നം എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല.
അപ്പൊ ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ സിറ്റുവേഷൻ അതാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴും പ്രശ്നമാണ്, നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയുടെ റിലേഷൻഷിപ്പിൽ പോകുമ്പോഴും പ്രശ്നമാണ്. അപ്പൊ നിങ്ങളുടെ വ്യക്തി നെഗറ്റീവ് സിറ്റുവേഷൻ ആണ് അട്രാക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് തരുന്നതും നെഗറ്റീവ് എനർജീസ് ആണ്. അതുകൊണ്ടാണ് ഫാമിലിയിൽ പ്രശ്നമുള്ളത്, ഒട്ടും ഹാപ്പിനെസ് ഇല്ല. എന്നാൽ രണ്ടുപേരും തെറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് ആ റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ നിൽക്കുകയാണ്. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഇടപെട്ട്, പള്ളിക്കാരും അമ്പലക്കാരും എല്ലാം ഇടപെട്ട്, ലോകത്തുള്ള എല്ലാവരും ഇടപെട്ടിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നമുള്ളത് നിങ്ങൾ സ്വയം ഏറ്റെടുക്കുന്നില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നില്ല. ഓക്കെ, ഞാൻ ഈ ഒരു നെഗറ്റീവ് എനർജിയാണ് ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അയാൾക്ക് കൊടുക്കുന്നത്, അയാൾ ഈ നെഗറ്റീവ് എനർജിയാണ് എനിക്ക് തരുന്നത്. അപ്പൊ നിങ്ങൾ സംസാരിച്ചത് ഒരു ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. നിങ്ങൾ രണ്ടുപേരും ഒരാളുടെ തെറ്റ് മറ്റയാളുടെ മുഖത്ത്, എന്റെ തെറ്റ് ഞാൻ അയാൾ പറയാം, അയാളാണ് തെറ്റുകാരൻ എന്ന ഇവിടെ ഒരു കളി നടക്കുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളുടെ പേഴ്സന്റെ സ്വഭാവം വളരെ നെഗറ്റീവാണ് കേട്ടോ. കാരണം ഈ വ്യക്തി ചെന്ന് കയറുന്നിടത്ത് എല്ലാം നെഗറ്റീവ് എനർജീസ് വരുന്നുണ്ട്. ഇവിടെ ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, ഇവിടെ ലിയോ കാണിക്കുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ പ്രശ്നമാണ്. നിങ്ങൾ രണ്ടുപേരും ഒന്ന് ക്ലെൻസ് ചെയ്യണം. അതുകൊണ്ടാണ് ബാഹ്യ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. കാരണം നിങ്ങൾ അത് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ആ എനർജീസിനെ, നെഗറ്റീവ് എനർജീസിനെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ മൊത്തം പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. എന്താണ് തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ വ്യക്തി പറഞ്ഞിട്ടുള്ളത് നിങ്ങളെക്കുറിച്ച്? തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ വ്യക്തി പറയുന്നത് നിങ്ങൾക്ക് എല്ലാ സമയത്തും ജയിക്കണം, നിങ്ങൾ പറയുന്നതാണ് ശരി, നിങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ശ്രമിക്കാറില്ല എന്നാണ് പറയുന്നത്. മറ്റുള്ളവരുടെ വാക്കുകൾക്ക് നിങ്ങൾ ഒരു വിലയും കൊടുക്കുന്നില്ല. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സൈഡ് മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. മറ്റുള്ളവർ നിങ്ങളെ അഡ്വൈസ് ചെയ്യാൻ ശ്രമിക്കാലോ, ഒരു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും നിങ്ങൾ മുഖം തിരിഞ്ഞിരിക്കുകയാണെന്നാണ് പറയുന്നത്. നിങ്ങൾ ആരുടെയും വാക്കുകൾ കേൾക്കുന്നില്ല. പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ നിങ്ങൾ റെഡിയല്ല. നിങ്ങളിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി അത് ശരിയാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നില്ല. മനസ്സിലായി? ഒന്നില്ലെങ്കിൽ ഡിവോഴ്സിലേക്ക് പോകണം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സന്തോഷമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം. പലരും ഇത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളോട്, നിങ്ങൾ ഒരു തീരുമാനം എടുക്കാനും റെഡിയല്ല. ഇത് അങ്ങനെ പൊക്കോട്ടെ എന്നാണ് നിങ്ങൾ പറയുന്നത്. അതെന്താന്ന് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലായിടത്തും വിജയം വേണം, എല്ലായിടത്തും നിങ്ങളാണ് ബെസ്റ്റ് എന്ന് കാണിക്കണം എന്നൊക്കെയാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത്. ചിലപ്പോൾ ഈ വ്യക്തിയുടെ കാഴ്ചപ്പാടായിരിക്കും, കാരണം നെഗറ്റീവ് എനർജി ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ വ്യക്തിയുടെ കാഴ്ചപ്പാടായിരിക്കാം ഇത്. അപ്പൊ ഈ വ്യക്തി തേർഡ് പാർട്ടിയോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും, നിങ്ങളുടെ വ്യക്തി കുറച്ച് വീക്ക് ആയിരിക്കും. ഈ വ്യക്തിക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യണമെന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഈ വ്യക്തിയുടെ കൺട്രോളിൽ നിൽക്കുന്നില്ല. അപ്പൊ അതെല്ലാം കൊണ്ട് കുറെ ഫ്രസ്ട്രേഷൻ ഒക്കെ നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ വ്യക്തി പറയുന്നത് നിങ്ങൾ ആരുടെയും കൺട്രോളിൽ നിൽക്കാൻ ശ്രമിക്കാത്ത ഒരു എനർജിയാണ്, അത് ആരെയും വകവയ്ക്കാത്ത ഒരു എനർജിയാണ്, ഒരു കാര്യത്തിനും ഒരു തീരുമാനം എടുക്കുന്നില്ല, ആരുടെയും വാക്കുകൾക്ക് വില കൊടുക്കുന്നില്ല. എപ്പോഴും നിങ്ങളുടെ കാര്യം ശരിയാണ്, നിങ്ങളുടെ സൈഡാണ് ക്ലിയർ, നിങ്ങളുടെ സൈഡാണ് ശരി, എനിക്ക് എല്ലായിടത്തും ജയിച്ച് നിൽക്കണം. അതിപ്പോ എൻ്റെ ഭർത്താവായാലും ഭാര്യയായാലും കുട്ടികളായാലും അച്ഛനായാലും അമ്മയായാലും സിസ്റ്ററായാലും ബ്രദറായാലും ആരായാലും നിങ്ങൾക്ക് എല്ലാവരുടെയും മുകളിൽ നിൽക്കണം എന്നൊരു ആഗ്രഹമുള്ള എനർജിയാണെന്നാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത്. അക്വാരിയസ് സോഡിയാക് സൈൻ, അക്വാരിയസ് ഏരീസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ കൺട്രോളിംഗ് ആയ എനർജിയാണ് നിങ്ങളെന്നാണ് പറയുന്നത്. വളരെയധികം കടുത്ത വാക്കുകൾ യൂസ് ചെയ്യുന്ന, ആൾക്കാരെ പറഞ്ഞ് അടിച്ചമർത്തി ഇരുത്തുന്ന ഒരു എനർജിയാണ് നിങ്ങൾ. ഇപ്പോൾ നിങ്ങൾ ബന്ധുക്കളിൽ നിന്നൊക്കെ എല്ലാവരും നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ മാറ്റാൻ പലരും ശ്രമിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ എല്ലാവരെയും അടിച്ച് പുറത്താക്കി, ആരും എന്നോട് ഞങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ കയറണ്ട എന്ന് പറഞ്ഞ് എല്ലാവരും പുറത്താക്കി വാതിലടച്ചിട്ടിരിക്കുകയാണെന്നാണ് വ്യക്തി പറയുന്നത്. അതാണ് നിങ്ങളുടെ വ്യക്തിയുടെ അഭിപ്രായം നിങ്ങളെ കുറിച്ച് കേട്ടോ. അത് ശരിയാവണം എന്നില്ല. നമുക്ക് എന്തായാലും നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും നിങ്ങളോടുള്ള ഇമോഷൻസ് എന്താണെന്ന് നോക്കാം. തേർഡ് പാർട്ടിയുടെ കാര്യം കുഴപ്പമില്ല, തേർഡ് പാർട്ടി പോട്ടെ, തേർഡ് പാർട്ടി അത്ര വലിയ സീരിയസ് ഒന്നുമല്ല. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോടും ഹാപ്പി അല്ല. അപ്പം നമുക്ക് നിങ്ങളുടെ പേഴ്സന്റെ ഈ ബന്ധത്തിനെ കുറിച്ചുള്ള ശരിക്കും ഇമോഷൻസ് എന്താണെന്ന് നോക്കാം. ഈ വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഈ വ്യക്തി, കാരണം മനസ്സമാധാനം ഇല്ല വ്യക്തിക്ക്. അതുപോലെ നിങ്ങളുടെ വ്യക്തി സീക്രട്ട് അക്കൗണ്ട് ഉണ്ട് വ്യക്തിക്ക്.
അതുപോലെ തന്നെ നിങ്ങൾക്കും പലരുമായിട്ട് ബന്ധമുണ്ടെന്നാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത്. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മൊബൈലിൽ പാസ്വേഡ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വ്യക്തിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, നിങ്ങളുടെ മൊബൈലിൽ കയറാൻ പറ്റില്ലെന്നില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ അതുപോലെ തന്നെ ആരോടോ രഹസ്യമായിട്ട് സംസാരിക്കുന്നുണ്ട്, ഇതെല്ലാം നിങ്ങളുടെ വ്യക്തിക്ക് അറിയാം. നിങ്ങൾ ആരൊക്കെയോ മീറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് വ്യക്തി പറയുന്നത്. അപ്പൊ ഒന്നില്ലെങ്കിൽ വളരെ പൊസസീവായ ഒരാളാണ് നിങ്ങളുടെ വ്യക്തി, അല്ലെങ്കിൽ വളരെ സംശയമുള്ള ഒരാളാണ് നിങ്ങളുടെ വ്യക്തി. നിങ്ങളെ ഭയങ്കരമായിട്ട് സംശയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ശരിക്കുമുള്ള സ്വഭാവം എനിക്ക് മനസ്സിലായി എന്നാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത്. ഈ വ്യക്തി സ്പിരിച്വൽ ആണെന്നാണ് പറയുന്നത്. ഞാൻ ഭയങ്കര സ്പിരിച്വൽ ആണ്, കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ദൈവത്തിനോട് ഭയങ്കരമായിട്ട് അടുത്ത്, എനിക്കൊരു വഴിയും കാണുന്നില്ല, എൻ്റെ ഫാമിലിയിൽ ഒട്ടും ഹാപ്പി അല്ല, നിങ്ങളാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നൊക്കെയാണ് ഈ വ്യക്തി പറയുന്നത്. ജീവിതത്തിൽ സമാധാനം ഇല്ലാത്തതായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്കൊരു വഴി കാണിച്ചു തന്നെ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ നിങ്ങൾ ഈ വ്യക്തിയെ ട്രാപ്പിലാക്കിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. മനസ്സിലായി? ഈ വ്യക്തിക്ക് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല, നിങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങളെ ഈ വ്യക്തിയെ നിങ്ങളുമായിട്ട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു തരത്തിൽ ഇതിനകത്ത് നിന്ന് പോകാൻ പറ്റുന്നില്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത് കേട്ടോ. ഓക്കെ, ഇത് വ്യക്തി പറയുന്നത് ചിലപ്പോൾ ഈ വ്യക്തിയുടെ വ്യക്തിപരമായ അഭിപ്രായമായിരിക്കാം, നിങ്ങൾ അങ്ങനെ ആവണം എന്നില്ല. പക്ഷെ ഇതാണ് നിങ്ങളുടെ വ്യക്തി മറ്റുള്ളവരോട് പറയുന്നതും നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതും, ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എൻ്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും തന്ന് അനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. ടേക്ക് കെയർ. ബൈ ബൈ.